Hi 8th, welcome back to my channel. And last class we were discussing about exercise 8.1. Today we are going to start exercise 8.2. That means we are going to solve few questions from exercise 8.2, and most of the problems are weight problems. And since it is comparing quantities, this chapter is, I cannot say this chapter is much interesting like our previous chapter is cubes and cube root and squares and square root. This is a little bit difficult chapter to understand or to grasp the things. The one student able to relate the concept to his or her real life, then he could or she could able to understand the problems in a very proper way. But one student cannot relate this concept with a real life situation. I don't know, this kind of problem will be difficult for them. So try to relate this kind of question with your real life situation. So before starting the session exercise 8.2, let me tell you a few things, very important things with you. We started a new program. Its name is Math Master. You may understood that Math Master. We already launched the program through the performance of Sri Nandana. That means after every class, after every session from my side, after the class evening time after 6 p.m, I will choose any one student from 28 student of 8th year. That's my freedom. Okay, I can select any one of you among 28, and that person, that student, he or she എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, നമ്മൾ അന്ന് പഠിപ്പിച്ച സെഷനിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ ആ കുട്ടീനെ ഫോൺ വിളിച്ച് പറയും. ആ കുട്ടി എന്ത് ചെയ്യണം, ആ കുട്ടി ആ കുട്ടി തന്നെ ഒരു ടീച്ചറായി മാറി ആ കുട്ടി തന്നെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം. ഹൗ? നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. സോ ഇന്നെന്താ ചെയ്തത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. സോ ഐ തിങ്ക് അതൊരു പെർഫെക്റ്റ് ക്ലാസ് ആയിരുന്നു. അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. സോ നല്ലൊരു വർക്കാണ് ശ്രീനന്ദന ചെയ്തത്. എനിക്ക് തോന്നുന്നു 8th year എല്ലാ കുട്ടികൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നതല്ല, 100% ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുദ്ദേശിച്ചോ അത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. ഇനി ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യണം. പെർഫെക്റ്റ് ആയിട്ടൊരു ക്ലാസ്. തോമസ് സാർ ഈസ് ഗോയിങ് ടു വാച്ച് ദാറ്റ്, അതർ ടീച്ചേഴ്സ് ഇസ്ന്റ് ഇറ്റ്. സോ യു ഹാവ് ടു മേക്ക് ദ പ്രോഗ്രാം ഇൻ എ വെരി സ്റ്റാൻഡേർഡ് വേ. ഓക്കെ, അല്ലാണ്ട് ഇത് വെറുതെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി തന്ന് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആക്ടിവിറ്റി തരുന്നതല്ല. നിങ്ങൾ ഇതിന് പറയുന്നത് പേര് സെമിനാർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സെമിനാർ തരിക, സെമിനാർ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ടോപ്പിക്ക് ഞാൻ തീരുമാനിക്കും, അന്ന് ക്ലാസ് എടുത്ത ടോപ്പിക്ക് ആയിരിക്കും. അപ്പോൾ നല്ലതുപോലെ വീഡിയോ കണ്ട് പഠിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പറ്റില്ല. ഇനി സപ്പോസ് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്കൂളിലോട്ട് വിളിക്കും. ഓക്കെ, സോ ഡോണ്ട് ഗോ ടു ദാറ്റ് മച്ച് എക്സ്ട്രീം. ഓക്കെ, സോ ബി റെഡി ഫോർ ദാറ്റ്. Okay, and without wasting much time, let me open the next exercise 8.2. Weight problems. Stay with me when I am explaining the question. Please stay with me, do not skip the video because it's very important. Stay with me. Come, shall we? Yes. So we are going to discuss exercise 8.2. First question: a man got a 10% increase in his salary. If his new salary is 1,54,000, find his original salary. So a man got a 10% increase in his salary. That means he was getting a salary amount. I don't know that amount. That amount is not given. Okay. So എന്താണ് 10%? അപ്പം അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിനോട് കൂടിയിട്ട് ഒരു 10% ഇൻക്രിമെൻറ്റ് ആ കമ്പനി അയാൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ 10% ഇൻക്രിമെൻറ്റ് കൊടുത്തതിന് ശേഷം ഉള്ള സാലറിയാണ് ഇപ്പോൾ തന്നേക്കുന്നത്. എങ്കിൽ ഫൈൻ ഹിസ് ഒറിജിനൽ സാലറി. അതായത് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സാലറി എത്രയാണെന്ന് അറിയണം. അതായത് ഒരു ഫിക്സഡ് സാലറി ഒരു മനുഷ്യന് കിട്ടിക്കൊണ്ടിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 10% ഇൻക്രിമെൻറ്റ് കൊടുത്തു. ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിക്ക് 10% അധികം കൊടുത്തു. അപ്പോൾ പുതിയ സാലറി എത്രയായി മാറി? 1,54,000 ആയി. എങ്കിൽ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സാലറി എത്രയാണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ. സോ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സാലറി എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. അതർവൈസ് ദാറ്റ് ഈസ് അൺനോൺ, ഇസ്ന്റ് ഇറ്റ്? സോ ലെറ്റ് ഹിസ് ഒറിജിനൽ salary, otherwise the amount of salary he was getting. So otherwise let his original salary, അത് നമുക്കറിയില്ല, അത് എത്രയാണ് നമുക്കറിയില്ല. സോ ലെറ്റ് ഹിസ് ഒറിജിനൽ സാലറി ആസ് എക്സ് റുപ്പീസ്. എക്സ് രൂപയാണ് അയാളുടെ ഒറിജിനൽ സാലറി എന്ന് വിചാരിക്കാം. ഓക്കെ, അയാളുടെ ഒറിജിനൽ സാലറി എത്രയാണെന്ന് നമുക്കറിയില്ല, ആദ്യം എത്ര കിട്ടിക്കൊണ്ടിരുന്നു നമുക്കറിയില്ല, അതിനെ നമ്മൾ എക്സ് രൂപയാണെന്ന് വിളിക്കുന്നു. ഓക്കെ, സോ
ഈ എക്സിൻ്റെ കൂടെ സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സാലറി എത്രയാണോ അതെത്രയാണ്? എക്സ് രൂപ. അതിൻ്റെ കൂടെ ഒരു 10% 10% ഇൻക്രിമെൻറ്റ് കൊടുത്തു. അപ്പം പുതിയ സാലറി എത്രയായി മാറി? 1,54,000. ഇപ്പം ഇങ്ങനെയല്ലേ നമ്മൾ ആ ഇക്വേഷൻ എഴുതാം? ഒന്നും കൂടെ പറയാം. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന സാലറി എത്രയാണ് നമുക്കറിയില്ല, അതിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ആ എക്സ് രൂപേനോട്, അതായത് ആദ്യം ഉണ്ടായിരുന്ന സാലറീൻ്റെ കൂടെ 10% ഇൻക്രിമെൻറ്റ് അഡീഷണൽ സാലറി കൊടുത്തു. 10% ഓഫ് വാട്ട്? 10% ഓഫ് എന്താണ്? ആദ്യം എത്ര സാലറിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ 10% ആണ് ഇൻക്രിമെൻറ്റ് കൊടുത്തത്. അതായത് 10% ഓഫ് എത്രയായിരിക്കും? എക്സ്. കാരണം എന്താ? ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സാലറി എത്രയാണ്? എക്സ് ആണ്. ഒന്നും കൂടെ പറയുന്നു, അദ്ദേഹത്തിന് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സാലറി എക്സ് രൂപയാണെന്ന് വിചാരിക്കാം. അപ്പം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി എങ്ങനെ കാണുക? ആ എക്സിനോട് കൂടി 10% ഇൻക്രിമെൻറ്റ് കൂട്ടണം. 10% ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 10% ഓഫ് വാട്ട്? ആദ്യം എത്ര രൂപ അയാൾക്ക് സാലറി ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതിൻ്റെ 10% ഇൻക്രിമെൻ്റ് ആണ് കൊടുത്തത്. അതായത് 10% ഓഫ് ആദ്യം അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി എക്സ് എന്ന് നമ്മൾ വിളിച്ചത്. അപ്പോൾ 10% ഓഫ് എക്സ്, അതായത് അയാൾക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന സാലറി എക്സും അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഇൻക്രിമെൻറ്റ് കൊടുത്തു 10%, അതായത് 10% ഓഫ് എക്സ് ഇൻക്രിമെൻറ്റും കൊടുത്തു. അപ്പോൾ ആദ്യം അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറി ഇതാ ഈ കാണുന്ന എക്സ് ആണ്. അതിൻ്റെ കൂടെ ഒരു 10% ഇൻക്രിമെൻറ്റ് കൊടുത്തു. 10% ഓഫ് വാട്ട്? 10% ഓഫ് എക്സ് ഇൻക്രിമെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സാലറി എത്രയായിരിക്കും? ആദ്യം കിട്ടിയിരിക്കുന്ന എക്സും ഇപ്പോൾ ഉള്ള 10% ഇൻക്രിമെൻറ്റും കൂടെ കൂട്ടുക, പ്ലസ് ചെയ്യുക. അപ്പോഴാണ് പുതിയ സാലറി കിട്ടുക. ദാറ്റ് ന്യൂ സാലറി ഇസ് ഗിവൺ ആസ് 1,54,000. സോ ദിസ് ഈസ് ദ equation according to the question. You may understood, no? So let us explore this equation. We will get the value of x, and actually the question is to find out the original salary. So if we get x, that will be the answer for the question. I think you are in my track, no? So this is the way. Okay, do I need to explain once again? Yes, I am ready to explain. That means his original salary, or the salary he was getting, it was x rupees. Then the company given 10% increment to that amount. So x plus 10%. 10% of what? 10% of x. Because increment depend upon the original salary. So 10% of his original salary or 10% of x. Okay. That means ആദ്യം കിട്ടിയിരുന്ന സാലറി എക്സ് ആണ്, അതിൻ്റെ കൂടെ ഒരു 10% ഇൻക്രിമെൻറ്റും കൂടെ കൊടുത്തു. അപ്പം ആദ്യം കിട്ടിയ സാലറിയും ഇപ്പോഴത്തെ 10% ഇൻക്രിമെൻറ്റും അടക്കമാണ് പുതിയ സാലറിയാണ് 154,000. So this is the equation according to the question. Okay. Then next slide. Let us explore this equation. That's that much only. So x as it is, 10% of x. How I can convert this 10% of x mathematically? 10 as it is. Percentage is nothing but what? Divided by 100. So 10% is nothing but 10 by 100. 2% is nothing but 2 by 100. 3% is nothing but 3 by 100. So 10% is nothing but what? 10 by 100. Then of you can replace by into. Why? Because of always stands for into. So 10% is nothing but 10 by 100, and of you can replace by into, and x as it is, and is equal to 154,000. And this is not the, see, this is not the only way to solve out this question. There exist many logical methods and all. If you have any methods, you can use that. So this is the absolute, this is the correct mathematical method, but still this chapter is comparing quantities. So if you have logical power, you can use that. Okay, I think you understood, no? Okay, so this is the equation according to the question. Let us solve this equation. So x plus what is 10 into x? 10x. So it becomes 10x by 100 is equal to 154,000, and you can cancel this 0 and 0. So what is the result? X plus what? It become 1x, no? That is x by 10 is equal to 154,000. And you just see here, you can apply cross multiplication method. That means you can replace this x as x by 1 and cross multiply. So x into 10, 10x. You know how to add two rational numbers. So this is a type of rational number, this is a type of rational number. You know how to add two rational numbers, no? Cross multiplication. So x into 10 is 10x plus 1 into x is x divided by 1 into 10 is 10. It's equal to 154,000, and this will give you the answer. So what is 10x plus x? 11x by 10 is equal to 154,000. I'm going to take that 10 to right side. So this by 10, when you take to right side, it become into 10. So it become 154,000 into 10. 10 കൊണ്ട് multiply എന്ന് വെച്ചാൽ ഒരു 0 അങ്ങ് ആഡ് ചെയ്താൽ മതി. So I think you're on the track, no? So now x is equal to what? 154,40 divided by 11. When you take this 11 to right side, become in the division part, because 11 is multiplied with x, no? Yes.
Now we can this will give you the value of x. How we can calculate the value? So you can cancel by 11. In 11 how many 11? 1. In 15 how many 11? 1. 11s are 11. Remainder is 4. That 4 and this 4 become 44. In 44 how many 11? 4 4s are 44. Then 0 0 0 0. So 4. So 1,40,000 rupees is the 40,000 rupees is the salary. It was his original salary. This is the answer for the question. I think you understood, no? So this is the way how to solve this kind of a question mathematically. And let me add one more thing. If you have, as I said, if you have any logical method, you can use that, no problem in that. But you are supposed to write few steps and all in between. Okay. So I am a person, I'm not having much logical sense and all. That's why I given this method, because ഞാൻ ലോജിക്കലായിട്ട് ഭയങ്കര വീക്കാണ്. ഓക്കെ, എപ്പോഴും സ്റ്റെപ്പ് എഴുതി പഠിപ്പിച്ച് സ്റ്റെപ്പിൽ കൂടെ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് വൈ. ഓക്കെ, ബട്ട് ഇഫ് യു ഫൈൻഡ് എനി അതർ മെത്തേഡ്, ഐ എം റെഡി ടു entertain that method. You can follow that method, no problem in that. So this is the first question. Shall we move to the next one? So this is the next question we are going to discuss. A shopkeeper buys 80 articles for 2,400 and sells them for a profit of 16%. Find the selling price of one article. This is the question. Let me explain the question. That means ഒരു ഷോപ്പ്കീപ്പർ എന്ത് മേടിച്ചു? 80 സാധനങ്ങൾ മേടിച്ചു. എന്താണെന്ന് അറിയത്തില്ല, 80 സാധനം ഒരു ഷോപ്പ്കീപ്പർ മേടിച്ചു. എന്തും ആയിക്കോട്ടെ. സോ നമുക്കിപ്പം 80 എന്താ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം പറ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മൊബൈലായിരിക്കും. വേറെ 80 ഷൂസ് മേടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഷൂസ് പറ്റില്ല, പേന. 80 പേന മേടിച്ചു എന്ന് വിചാരിക്കാം. എത്ര രൂപയ്ക്ക്? 80 പെൻ മേടിച്ചു. എത്ര രൂപയ്ക്ക്? 2,400 രൂപയ്ക്ക് മേടിച്ചു. എന്നിട്ടാണ് എന്ത് ചെയ്തെന്നറിയോ? അപ്പോൾ 80 പേന അയാൾ മേടിച്ചു എന്ന് വിചാരിക്കുക. 80 ഇങ്ങനത്തെ പേനകൾ അയാൾ മേടിച്ചു. ഇങ്ങനെ 80 പേനകൾ മേടിച്ചു. ഓക്കെ, എന്നിട്ട് ഇയാൾ ഈ പേനകൾ മേടിച്ചത് എത്ര രൂപയ്ക്കാണ്? 2,400 രൂപയ്ക്കാണ് ഇയാൾ ഈ പേനകൾ മേടിച്ചത്. അതായത് ഇയാൾ ഈ പേനകൾ മേടിക്കുന്നത് എന്തിനായിരിക്കും? ഇതൊരു ഷോപ്പ് കീപ്പറാണ്. അയാൾക്ക് എന്തുണ്ട്? ഷോപ്പുണ്ട്, ഒരു കടയുണ്ട്, സ്റ്റേഷനറി കടയുണ്ട്. ആ സ്റ്റേഷനറി കടയിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ 80 പേനകൾ മേടിച്ചത്. ഒരു ഹോൾസെയിൽ, സാധാരണ കച്ചവടക്കാർക്ക് ഹോൾസെയിലിൽ പോയിട്ടാണ് സാധനം എടുക്കാം. അപ്പം അയാൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഷനറി കടയുണ്ട്, അവിടെ വിൽക്കാൻ വേണ്ടി 80 പേനകൾ ഒരു ഹോൾസെയിലിൽ പോയിട്ട് അയാൾ മേടിച്ചു. 2,400 രൂപയ്ക്ക് മേടിച്ചു 80 പേനകൾ. ഓഫ് കോഴ്സ് അയാൾ വിൽക്കുമ്പം ഈ 2,400 എണ്ണവും വിൽക്കുമ്പം ഈ 80 എണ്ണമാണ് അയാൾ മേടിച്ചത്. ഹോൾസെയിലിൽ പോയിട്ട് 2,400 രൂപ മുടക്കി കൊടുത്തു. 2,400 രൂപ ഹോൾസെയിലുകാരന് കൊടുത്ത് 80 പേനകൾ അയാൾ മേടിച്ച് കടയിൽ കൊണ്ടുവച്ചു. ഇനി 80 പേനകളും അയാൾക്ക് വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് ലാഭം ഉണ്ടാവണം. അങ്ങനെ 80 പേനകളും അയാൾ വിറ്റു. എത്ര ലാഭത്തിന്? ഒരു 16% ലാഭത്തിന് അയാൾ 80 എണ്ണവും വിറ്റു. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ആർട്ടിക്കിൾ. എങ്കിൽ അയാൾ ഒരു പേന എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒന്നും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു ഷോപ്പ് കീപ്പർ ഹോൾസെയിലിൽ പോയിട്ട് 80 പേന 2,400 രൂപയ്ക്ക് വിറ്റു. 2,400 രൂപയ്ക്ക് മേടിച്ചു. എന്തിന്? അയാൾക്ക് ഷോപ്പിൽ വെക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, കുട്ടികളൊക്കെ വരുമ്പോൾ കൊടുക്കും. അങ്ങനെ 80 പേനയും വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് ലാഭം ഉണ്ടാവണം. അങ്ങനെ 80 പേന അയാൾ വിറ്റു. പിറ്റേ ദിവസം കുറേ കുട്ടികളൊക്കെ വന്ന് ഒരുപാട് പേന മേടിച്ച് 80 പേനയും തീർന്നേ. അങ്ങനെ 80 പേനയും കൂടെ വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് മൊത്തം 80 പേനയും കൂടെ വിറ്റതിൽ നിന്ന്, ഐ റിപ്പീറ്റ്, 80 പേനയും കൂടെ വിറ്റതിൽ നിന്ന് 16% ലാഭം കിട്ടി മൊത്തം. ഓക്കെ, മനസ്സിലായോ? 16% ലാഭം കിട്ടി അയാൾക്ക് മൊത്തം. ഇപ്പോൾ എത്ര രൂപ അയാൾക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയെന്നുള്ളത് തന്നിട്ടില്ല, പക്ഷേ 16% അയാൾക്ക് ലാഭം ഉണ്ടാക്കി എന്നുള്ളത് അയാൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്കിൽ ഒരു പേന അയാൾ എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. ഒരു പേന എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാവും എന്നറിയണമെങ്കിൽ മൊത്തം അയാൾക്ക് വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട് അറിയണ്ടേ? അതായത് ഒരു പേന എത്ര രൂപയ്ക്ക് വിറ്റു. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വിറ്റ വില. സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില. അതായത് ഒരു പേന അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു എന്നറിയണമെങ്കിൽ മൊത്തം 80 പേനകളും കൂടെ 16% ലാഭം ഉണ്ടാക്കി അയാൾ വിറ്റല്ലോ. ആ വിറ്റപ്പോൾ അയാൾക്ക് കിട്ടിയ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ആ എമൗണ്ട് എത്രയാണെന്ന് അറിയണ്ടേ? അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 80 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പേനയുടെ വില അറിയില്ലേ? ഒന്നുകൊണ്ട് പറയുന്നു, ഹോൾസെയിലിൽ പോയിട്ട് 80 പേനകൾ ഒരു ഷോപ്പ് കീപ്പർ മേടിച്ചു. അയാളുടെ കടയിൽ വെക്കാൻ 2,400 രൂപ കൊടുത്ത് മേടിച്ചു. പിറ്റേ ദിവസം തന്നെ 80 പേനകൾ അയാൾ വിറ്റ് തീർത്തു എന്ന് വിചാരിക്കുക. 16% മൊത്തം ലാഭം ഉണ്ടാക്കി.
അപ്പോൾ ഒരു പേന എത്ര രൂപയ്ക്ക് വിറ്റു എന്നാണ് ഫൈൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. ഒരു പേന എത്ര രൂപയ്ക്ക് വിറ്റു എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണം, മൊത്തം അയാൾക്ക് എത്ര രൂപ കിട്ടി വിറ്റപ്പം എന്ന് നോക്കുക. എന്നിട്ട് അതിനെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഒരു പേനൻ്റെ വില കിട്ടില്ലേ. അപ്പോൾ മൊത്തം അയാൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് നമ്മൾ നോക്കണം. അതായത് വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഫസ്റ്റ്. അപ്പോൾ മൊത്തം അയാൾക്ക് എത്ര രൂപ കിട്ടി കാണും, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. യെസ്, സോ ഇങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ എമൗണ്ട് he received after selling 80 pen. 80 പേനകളും വിറ്റ് കഴിഞ്ഞപ്പം അയാൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 2400 രൂപയ്ക്കാണ് അയാൾ ആ പേന മേടിച്ചത് ഹോൾസെയിലിൽ പോയിട്ട്. അപ്പോൾ ആ 2400 രൂപ എന്തായാലും അയാൾക്ക് കിട്ടും. പ്ലസ് പിന്നെ എന്തും കൂടെ കിട്ടി, 60% പ്രോഫിറ്റും അയാൾ ഉണ്ടാക്കി. ഒന്നും കൂടെ പറയുന്നു, ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു? ടോട്ടൽ എമൗണ്ട് ഹി റിസീവ് ആഫ്റ്റർ സെല്ലിങ് 80 pens എന്ന് പറഞ്ഞാൽ എന്താണ്? 80 പേനകളും വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടിയെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. 80 പേനകളും വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് എങ്ങനെ അറിയാം? 80 പേനകൾ അയാൾ മേടിച്ച സമയത്ത്, കടയിലോട്ട് മേടിച്ച സമയത്ത് 2400 രൂപ അയാൾ മുടക്കിയിരുന്നു. അപ്പോൾ ആ 2400 രൂപ എന്തായാലും അയാൾക്ക് കിട്ടുമേ. പ്ലസ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 16% പ്രോഫിറ്റും ലാഭവും അയാൾക്ക് കിട്ടി. അപ്പോൾ 2400 രൂപ അയാൾ മുടക്കിയ വില എന്തായാലും കിട്ടും, അതിൻ്റെ കൂടെ 16% ലാഭവും കിട്ടി. അപ്പോൾ ഈ 2400-ഉം 16% ലാഭവും കൂടെ കൂട്ടുമ്പോഴായിരിക്കില്ലേ അയാൾ മൊത്തം പേനകളും വിറ്റ ടോട്ടൽ എമൗണ്ട് കിട്ടുക അല്ലേ? 80 പേനകളും കൂടെ വിറ്റപ്പം 2400 രൂപ അയാൾ മുടക്കിയ വില എന്തായാലും ഉണ്ട്, കിട്ടും അയാൾക്ക്. പ്ലസ് 16% ലാഭം കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഉള്ള ടോട്ടലായിരിക്കുമല്ലോ അയാൾ 80 പേനയും വിറ്റപ്പോൾ അയാൾക്ക് കിട്ടിയ എമൗണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ 16% ഓഫ് എന്തായിരിക്കും? 2400 എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? 2400 രൂപ അയാൾ മുടക്കിയ വില, പിന്നെ 16% ലാഭം. എന്തിൻ്റെ 16%? അയാൾ മുടക്കിയത് എത്രയാണോ അതിൻ്റെ 16% ആണ് എപ്പോഴും ലാഭവും നഷ്ടവും പറയുക. എപ്പോഴും പ്രോഫിറ്റും ലോസും പറയുന്നത് എത്ര രൂപ ആ വ്യക്തി മുടക്കിയോ അതിൻ്റെയാണ് പറയുക. അതായത് 16% പ്രോഫിറ്റ് മീൻസ് 16% ഓഫ് ദി എമൗണ്ട് ഹി സ്പെൻഡ്, 16% ഓഫ് 2400. അതായത് ഇയാൾ 80 പേനകളും വിൽക്കുമ്പം അയാൾക്ക് എന്തായാലും 2400 രൂപ മുടക്കിയ വില കിട്ടും, പ്ലസ് 16% ലാഭം. 16% എന്ത് പ്രോഫിറ്റ്? എന്തിൻ്റെ? അയാൾ മുടക്കിയതിൻ്റെ പ്രോഫിറ്റ്. അതായത് 2400 രൂപ എന്തായാലും കിട്ടും, പ്ലസ് അയാൾ മുടക്കിയ 2400-ൻ്റെ 16% ലാഭവും അല്ലെങ്കിൽ പ്രോഫിറ്റും കിട്ടും. സോ 16% ഓഫ് 2400. And this will be the total amount he received after selling 80 pens. So 2400 as it is, plus how we can convert this 16%, it become by 100 of into 2400. This is the way. And you can cancel these 2 zeros. So it become 2400 plus what? What is 16 into 24? Just multiply and find out the answer. What? 384. So 2400 plus 384 become what? 2784 rupees ആണ് മൊത്തം അയാൾക്ക് 80 പേനകളും വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട്. ഇനി ഒരു പേനൻ്റെ വില കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? യെസ്. സോ കോസ്റ്റ് ഓഫ് 1 pen is equal to 2784 divided by how many pens are there? 80. So just divide it, we will get the correct answer. This is the way. So how to divide it? Just first of all try to simplify. So when you simplify by 2 is possible. Yes, let us divide by 4. I think 4 also it is possible. In 8 how many 4s are there? 2, then 0. Then in 27 how many 4s are there? 6 4s are 24, remainder 3. In 38 how many 4s are there? 9 4s are 36, remainder is 2. In 24 how many 4s are there? 6. So it becomes 696 by 20. I think we can cancel again by 2. Again we just cancel by 2. When you cancel by 2 it becomes 3. 8 divided by 10, isn't it? 348 by 10. And it is very simple to divide 348 by 10 now. When you divide a number by 10, just give a point. How many zeros are there? 1 0. So just count one position from the right to left side. So here just give a point. So answer is, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇടരുത്, 348 by 10-ൻ്റെ ഉത്തരം
ആൻസർ 34.8 ആണ്. കാരണം എന്താ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി പോയിൻ്റ് ഇടുക. 100 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി പോയിട്ടുണ്ട്. സോ ആൻസർ ഇസ് 34.8 rupees. സോ ദിസ് ഈസ് ദ എമൗണ്ട് ദിസ് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു പേന വിറ്റ വില ഇതാണ് 34.8 rupees. Question number 5 now. Just read this question. I selected this question because this is very standard and very important question. So read it out. Question number 5. A VCR and TV were bought for 8,000 each. The shopkeeper made a loss of 4% on the VCR and a profit of 8% on the TV. Find the gain or loss percentage on the whole transaction. Once again, a VCR and a TV were bought for 8,000 rupees each. The shopkeeper made a loss of 4% on the VCR and a profit of 8% on the TV. Find the gain or loss percent on the whole transaction. This is the question. Let me explain the question. അതായത് ഒരു കട നടത്തുന്ന ആൾ ഇപ്രാവശ്യം സ്റ്റേഷനറി അല്ല, ഒരു എന്താണ് പറയുക, ഒരു ഫർണിച്ചർ കടയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ആകട്ടെ, എവിടെ നിന്നാണ് ടി വിയും വി സി ആറൊക്കെ മേടിക്കാൻ കിട്ടുന്നത് അത്. ഒരു ഷോപ്പ്, ഓക്കെ. സോ ഒരു ഷോപ്പ്, ഈ ഷോപ്പിൽ ഈ ഷോപ്പ് കീപ്പർ, ഈ ഷോപ്പ് നടത്തുന്ന ആൾ വളരെ സുന്ദരനായ ഒരു ചേട്ടനാണ്. ഈ ഷോപ്പ് നടത്തുന്ന ആൾ ഒരു ദിവസം എന്ത് ചെയ്തു, ഈ ഷോപ്പിലോട്ട് കുറേ സാധനങ്ങളുണ്ട് ഈ ഷോപ്പിൽ കേട്ടോ. ഒരു ദിവസം അയാൾ എന്ത് ചെയ്തു, പോയിട്ട് ഒരു VCRഉം ഓക്കെ ഒരു TVയും അയാൾ കടയിലോട്ടായിട്ട് മേടിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കടയിൽ അയാൾക്ക് കാണാൻ വേണ്ടിയിട്ടാണോ? അല്ല, അയാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ പോയിട്ട് അത് മേടിക്കണം. മനസ്സിലായോ? യെസ്. അപ്പോൾ ഒരു VCRഉം മേടിച്ചു, TVയും മേടിച്ചു. രണ്ടും എത്ര രൂപയ്ക്കാണ് അയാൾ മേടിച്ചത്? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. 8,000 rupees സ്പെൻഡ് ചെയ്തിട്ടാണ് അയാൾ VCR മേടിച്ചത്. 8,000 rupees സ്പെൻഡ് ചെയ്തിട്ടാണ് എന്താണ് അയാൾ മേടിച്ചത്? TVയും മേടിച്ചത്. ഓക്കെ. സോ ഷോപ്പ് കീപ്പർ അയാളുടെ കടയിലോട്ട് ഒരു VCRഉം TVയും മേടിച്ച് വെച്ചു വിൽക്കാൻ വേണ്ടിയിട്ട്. VCRഉം 8,000 rupeesന്, TVയും 8,000 rupeesന്. ആളന്ന് വൈകുന്നേരം വീട്ടിൽ പോയി ഭാര്യയും മക്കളുമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഭാര്യനോട് പറഞ്ഞു, എടി ഞാൻ എൻ്റെ കടയിലോട്ട് നമ്മുടെ കടയിലോട്ട് VCRഉം TVയും മേടിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ലാഭത്തിന് നമുക്ക് വിൽക്കണോടി. അപ്പം ഭാര്യ പറഞ്ഞു, അല്ല മനുഷ്യൻ, നിങ്ങളല്ലാണ്ട് TV എല്ലാവർക്കും ആവശ്യമാണ്. LCD ഒന്നും ആയിരിക്കില്ല, LED LCD ഒന്നും ആയിരിക്കില്ല അത്, കാരണം 2,000 രൂപയേ ഉള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു TV ഓക്കെ, പക്ഷേ VCR ഒക്കെ ഈ കാലത്ത് ആരാ മനുഷ്യ ഉപയോഗിക്കുക? നിങ്ങളതിന് നഷ്ടം വരുത്തുള്ളല്ലോ എന്ന്. നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും. അതൊന്നും ഈ 8,000 രൂപയും കൊടുത്ത് നിങ്ങൾ VCR മേടിക്കുക. 8,000 രൂപയ്ക്ക് TV മേടിച്ചു, അത് നല്ല രൂപയ്ക്കൊക്കെ ആൾക്കാർ എടുക്കുമായിരിക്കും, പക്ഷേ VCR ഒക്കെ ആരാ ഈ കാലത്ത് മേടിക്കുക? പിറ്റേ ദിവസം അയാൾ വിഷമത്തോടെ ഷോപ്പിൽ വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഭാര്യ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്നിട്ട് VCRഉം TVയും അയാൾക്ക് മേടിക്കണം, അയാൾക്ക് വേണം. ഒരു ആൾ ഷോപ്പിലോട്ട് വന്നു, അയാൾക്ക് VCRഉം വേണം, TVയും വേണം. VCRന് ഇയാൾ പറഞ്ഞ എമൗണ്ടിന് അയാൾ മേടിക്കാൻ തയ്യാറായില്ല. അങ്ങനെ the shopkeeper made a loss of 4% on the VCR. VCRൽ 4% ലോസ് സംഭവിച്ചു ഇയാൾക്ക്. 4% നഷ്ടത്തിൽ ഇയാൾ മേടിക്കാൻ വന്ന ആൾക്ക്, ഇതാണ് മേടിക്കാൻ വന്ന ആൾ. ഓക്കെ, വളരെ സുന്ദരൻ, വേറൊരു സുന്ദരൻ. ഇയാൾ VCR 4% നഷ്ടത്തിൽ ഇയാൾക്ക് വിൽക്കേണ്ട വന്നു. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ TV അയാളെ ചതിച്ചില്ല. ഭാര്യ പറഞ്ഞ പോലെ TV 8% 8% ആൻഡ് എ പ്രോഫിറ്റ് ഓഫ് 8% ഓൺ ദ TV. 8% പ്രോഫിറ്റ് ഈ TVയിൽ കിട്ടി. ഇയാൾ തന്നെ 8% ലാഭത്തിൽ, അതായത് ഇയാൾക്കറിയില്ല ലാഭമാണോ നഷ്ടമാണോ. ഇയാളെ സംബന്ധിച്ച് 4% നഷ്ടത്തിലാണ് VCR ഇയാൾക്ക് വിറ്റത്. ഇയാളെ സംബന്ധിച്ച് TV 8,000 രൂപയ്ക്കാണ് മേടിച്ചത്, അതിൽ 8% ലാഭം ഉണ്ടാക്കി ഇയാൾക്ക് വിറ്റു. സെയിം ആൾ തന്നെയാണ് രണ്ടും മേടിച്ചെന്ന് വിചാരിക്കുക. മനസ്സിലായോ? അപ്പം VCR വിറ്റപ്പോൾ 4% നഷ്ടവും TV വിറ്റപ്പോൾ 8% ലാഭവും ഇയാൾക്ക് ഈ വ്യക്തിക്കുണ്ടായി. അപ്പോൾ കുറച്ച് സങ്കടമൊക്കെ VCRൽ വന്നെങ്കിലും സന്തോഷം TVയിലുണ്ട് എന്ന് ചുരുക്കം ഇയാളെ സംബന്ധിച്ച്.
ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല, രണ്ടും മേടിച്ച് വീട്ടിൽ വന്നതല്ലാണ്ട് ഇയാൾക്ക് സംഭവിച്ച നഷ്ടമാണോ ലാഭമാണോ എന്നറിയാം. ഇയാൾ രണ്ടും വന്ന് ഇയാളുടെ ഭാര്യയും കൂടെ വീട്ടിലിരുന്ന്, ഭാര്യയും മക്കളൊക്കെ കൂടി വീട്ടിലിരുന്ന് VCRും TV ഒക്കെ മാറി മാറി ഓണാക്കി കളിക്കുന്നു. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി എന്താണ് ചോദ്യം? ഇയാൾ വൈകുന്നേരം വീട്ടിൽ വന്നു, ഷോപ്പ് കീപ്പർ, എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എടി ഞാൻ 4% നഷ്ടത്തിലാണ് VCR വിറ്റത്, പക്ഷേ ഞാൻ 8% ലാഭം TVയിലുണ്ടാക്കി. അപ്പം ഭാര്യ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ മൊത്തം അങ്ങ് ലാഭം ഉണ്ടാക്കിയെന്നൊന്നും പറയാൻ വരട്ടെ, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടായത് മൊത്തം രണ്ടും കൂടെ വിറ്റപ്പം നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കളയാം. ഓരോന്നിൻ്റെ കാര്യത്തിൽ ഇതിന് നഷ്ടം ഇതിന് ലാഭമാണ്, പക്ഷേ മൊത്തം ഇയാൾക്ക് ലാഭം വേണമല്ലോ. മൊത്തം ട്രാൻസാക്ഷൻ അയാൾ മൊത്തം 8,000 രൂപ 16,000 രൂപ രണ്ടിനും കൂടെ മുടക്കിയതാണ്. 16,000 റുപ്പീസ്, 8,000 + 8,000. അപ്പം മൊത്തം വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇയാൾക്കും മാച്ച് അറിയില്ല, ഇയാളുടെ ഭാര്യയ്ക്കും അറിയില്ല. അതുകൊണ്ട് യു ആർ ഗോയിങ് ടു ഹെൽപ്പ് ദം. സോ ദിസ് ഈസ് ദ കേസ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ VCRൻ്റെ കാര്യം ഒന്ന് ഡീൽ ചെയ്യുന്നു, പിന്നെ നമ്മൾ TVൻ്റെ കാര്യം ഒന്ന് ഡീൽ ചെയ്യുന്നു. ആദ്യം നമുക്ക് VCRനെ പറ്റി ചിന്തിക്കാം. ഓക്കെ, അത് മൊത്തമുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ സെപ്പറേറ്റ് ആദ്യം മൊത്തമുള്ള ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ അയാൾക്ക് ടോട്ടൽ നഷ്ടമാണോ ലാഭമാണോ വന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് സെപ്പറേറ്റ് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. VCRനെ സംബന്ധിച്ച് VCRൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? എന്താണ് വാട്ട് യു മീൻ ബൈ കോസ്റ്റ് പ്രൈസ് ഓഫ് VCR? കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ മുടക്കുമുതൽ, ആ കച്ചവടക്കാരൻ എത്ര രൂപ ആ VCRൽ മുടക്കി, അതാണ് കോസ്റ്റ് പ്രൈസ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ് 8,000 റുപ്പീസ്. ഓക്കെ, ഇനി സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ ആ VCRന് മുടക്കിയതിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുക. അത് അയാൾ 8,000 രൂപ മുടക്കിയിട്ടാണ് VCR മേടിച്ചത്. ഇനി സെയിൽസ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിറ്റ വില, ആ വിറ്റ വില കാണണമെങ്കിൽ 4% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പം 4% നഷ്ടം ഈ 8,000-ൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനായിരിക്കുമല്ലോ വിറ്റത്. നഷ്ടം ഒരിക്കലും ഇതിനോട് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നഷ്ടം എപ്പോഴും കുറയുകയാണ് ചെയ്യുക. എപ്പോഴും ലോസ് എന്ന് പറയുന്നത് സബ്ട്രാക്റ്റാണ് ചെയ്യുക. പ്രോഫിറ്റാണ് കൂടുതൽ, അഡീഷൻ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ, അഡീഷൻ. ലോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സബ്ട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പം ഈ 8,000 രൂപയ്ക്കാണ് ഈ കച്ചവടക്കാരൻ 8,000 രൂപയ്ക്കാണ് ഈ VCR മേടിച്ചത്. അതിനുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് എഴുതിയത്. ഇനി കച്ചവടം ഈ 8,000 രൂപ അയാൾക്ക് വിറ്റപ്പോൾ കിട്ടിയോ? 8,000 രൂപ ഈ 8,000 രൂപയ്ക്ക് ഇയാൾ VCR വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ നഷ്ടം സംഭവിച്ചു എന്ന് പറയില്ലല്ലോ. അപ്പോൾ 8,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ടല്ലേ നഷ്ടം സംഭവിച്ചത്. അപ്പം ആ നഷ്ടം എത്രയാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ലോസ് ഇൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ലോസ് ഇൻ പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട്, ലോസ് ഇൻ എമൗണ്ട് തന്നിട്ടില്ല. ലോസ് ഇൻ പേഴ്സൻറ്റേജ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 4% നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലോസ് ഇൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ 4% നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് പേഴ്സൻറ്റേജിലാണ്. നമ്മൾ എമൗണ്ടിലോട്ട് മാറ്റാൻ പോവാണ്. നഷ്ടത്തെ എമൗണ്ടിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. പേഴ്സൻറ്റേജിൽ തന്ന നഷ്ടത്തെ എമൗണ്ടിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. സോ ലോസ് ഇൻ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 4% ഓഫ് വാട്ട്? എത്രയാണോ അയാൾ മേടിച്ചത് ആ മേടിച്ച വിലയുടെ 4% നഷ്ടം, അതായത് 4% ഓഫ് 8,000. ഞാൻ പറഞ്ഞു, എപ്പോഴും നമുക്ക് ഏത് വിലയിലാണോ ആ സാധനം മേടിച്ചത്, അല്ലെങ്കിൽ ഏത് വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണോ ആ VCR ഇപ്പം നിലനിൽക്കുന്നത്, ആ എമൗണ്ടിലാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 4% നഷ്ടം എന്ന് പറഞ്ഞാൽ 4% ഓഫ് കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് 8,000. ഇപ്പോൾ 8,000 രൂപയ്ക്ക് അയാൾ സാധനം എവിടെയോ ചെന്ന് മേടിച്ചു, കടയിൽ കൊണ്ടുവച്ചു, അയാൾക്ക് വിറ്റപ്പം 4% നഷ്ടം. 4% ഏതിൻ്റെ നഷ്ടം? 4% ഓഫ് അയാൾ മുടക്കിയ വില എത്രയാണോ അതിൻ്റെ 4% ആണ് നഷ്ടം. സോ 4% ഓഫ് 8,000. സോ കൺവേർട്ട് ഇൻ ടു എമൗണ്ട്. ഹൗ? 4% can be converted into 4/100. Off can be replaced by into, then 8,000. This will give you the loss in amount. ഈ 2 സീറോയും ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് ഈസ് 80 into 4? 320 റുപ്പീസ്. 320 രൂപ അയാൾക്ക് നഷ്ടത്തിലാണ് അയാൾ വിറ്റത്. ഇതിൻ്റെ അർത്ഥം എന്താ? 8,000 രൂപയ്ക്ക് മൂപ്പര് മുടക്കി, അയാൾ വിറ്റപ്പം 320 രൂപ നഷ്ടത്തിലാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിറ്റ വില നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് ഇയാൾക്ക് ആ സാധനം കൊടുത്ത വില എങ്ങനെ കണ്ടുപിടിക്കുക? 8,000-ന്ന് എത്ര രൂപയാണോ ഈ 320 രൂപ നഷ്ടം സംഭവിച്ചു, ആർക്ക്?
ഇയാൾക്ക് നഷ്ടം സംഭവിച്ചു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് 8000 രൂപയ്ക്ക് ആണല്ലോ ഇയാൾ മേടിച്ചത്. അപ്പോൾ നഷ്ടം 4% പറഞ്ഞു. അതിനെ നമ്മൾ എമൗണ്ടിലോട്ട് മാറ്റി അപ്പോൾ 320 രൂപ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞു. അതായത് 8000 രൂപയ്ക്ക് അയാൾക്ക് വിൽക്കാൻ പറ്റിയില്ല. എത്ര രൂപ കുറവ് വന്നു? 320 രൂപ കുറച്ചിട്ടാണ് അയാൾക്ക് വിൽക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് നഷ്ടം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ലോസ് എന്ന് പറയുന്നത് അയാൾ മുടക്കിയ വിലയിൽ നിന്ന് കുറയുമെന്ന്. അപ്പോൾ 8000-ൽ നിന്ന് 320 റുപ്പീസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ ആ രൂപയ്ക്കാണ് അയാൾക്ക് വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഇയാൾ VCR മേടിച്ചത് 8000 റുപ്പീസാണ്. 4% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പോൾ 4% നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് 8000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയില്ല, 320 രൂപ നഷ്ടത്തിൽ. അതായത് 8000 മൈനസ് 320 എത്രയാണോ അത്രയും രൂപയ്ക്കാണ് അയാൾക്ക് VCR വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എത്രയായിരിക്കും അത്? 7,680 റുപ്പീസ്. വൺസ് അഗെയിൻ 7,680 റുപ്പീസ് ആണ് അയാൾക്ക് 8000 രൂപയ്ക്ക് അയാൾ മേടിച്ച സാധനം 7,680 രൂപയ്ക്ക് VCR വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നഷ്ടം എന്ന് പറഞ്ഞത്. ഇനി അതുപോലെ TVൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ TVൻ്റെ കാര്യത്തിൽ ലാഭമാണ് ഉണ്ടായത്. ഈ സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അയാൾ ആ സാധനം മറ്റേ ആൾക്ക് വിറ്റ വില എത്രയാണോ അതാണ് സെയിൽ പ്രൈസ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. TVൻ്റെ കാര്യത്തിൽ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? അതായത് അയാൾ മുടക്കിയ എമൗണ്ടാണ് TV കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 8000 റുപ്പീസാണ് അയാൾ മുടക്കിയത്. അയാളെ സംബന്ധിച്ച് ലാഭമാണ് അതിൻ്റെ ട്രാൻസാക്ഷനിൽ സംഭവിച്ചത്. അതായത് അയാൾ വിറ്റപ്പം ലാഭമാണ് ഉണ്ടായത്. അപ്പം എന്താണ്? പ്രോഫിറ്റ് ഇൻ എമൗണ്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ്? 8% ലാഭം ഉണ്ടാക്കി. ഭയങ്കര അല്ലേ? So 8% ലാഭം ഓഫ് വാട്ട്? ഓഫ് ദ എമൗണ്ട് ഹി സ്പെൻഡ് 8000. ഓക്കെ, സോ 8%. ഇപ്പോൾ ലാഭം എത്ര രൂപയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് പെർസെൻറ്റേജിലാണ് തന്നേക്കുന്നത്, അതിനെ എമൗണ്ടിലോട്ട് മാറ്റാം. സോ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ 8/100 ഓഫ് ക്യാൻ ബി റീപ്ലേസ്ഡ് ഇൻ ടു വാട്ട് മൾട്ടിപ്ലിക്കേഷൻ 8,000 ആയിട്ട് നിലനിർത്താം. ഈ 3 സീറോയും ഈ 8/100 ആട്ടോ, സോറി. അപ്പോൾ ഇവിടെ 2 സീറോ ആയിട്ടേ കട്ടാവുള്ളൂ. 2 സീറോയും കട്ടായി. അപ്പോൾ 8 × 8 എന്ന് പറഞ്ഞാൽ 640 റുപ്പീസ് അയാൾ എന്താക്കി? ആ ട്രാൻസാക്ഷനിൽ ലാഭം ഉണ്ടാക്കി. അതായത് അയാൾ എത്ര രൂപയ്ക്കായിരിക്കും അപ്പോൾ വിറ്റത്? ഇത്രയും രൂപ അയാൾക്ക് ലാഭം കിട്ടണം. അതായത് അയാൾ മുടക്കിയ 8000-ന് കൂടെ ഈ രൂപയും കൂടെ ചേർത്തിട്ടുള്ള 8640 രൂപയാണ് അയാൾ ലാഭമുണ്ടാക്കിയത്. ഭയങ്കര അല്ലേ? ഇനി അയാൾ വീട്ടിൽ വന്നു. ഇപ്പം അയാളുടെ അടുത്ത് എത്ര രൂപ ഉണ്ടാവും വീട്ടിൽ വന്നപ്പം? അയാൾ VCR വിറ്റ ഈ രൂപയും മൂപ്പര് ആര് വീട്ടിൽ വന്നു? ഇയാൾ വീട്ടിൽ പോയ കാര്യമല്ല. ഇയാളുടെ വീട്ടിൽ വന്നപ്പം ഇയാളുടെ ബാഗിൽ എത്ര രൂപ ഉണ്ട്? VCR വിറ്റ ഈ രൂപയും ഉണ്ടോ അയാളുടെ അടുത്ത്? VCR അയാൾ നഷ്ടം സംഭവിച്ചല്ലോ. ഇത്രയും രൂപയല്ലേ അയാൾ വിറ്റത്. അപ്പം കച്ചവടക്കാരുടെ കയ്യിൽ ഇത്രയും രൂപയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ രൂപയുണ്ടാവും അയാളുടെ പേഴ്സിൽ. TV വിറ്റപ്പോൾ കിട്ടിയ ഈ രൂപയുണ്ടാവും. അതായത് ടോട്ടൽ ഇപ്പോൾ അയാളുടെ അടുത്തുള്ള എമൗണ്ട് എത്രയാണ്? അങ്ങനെയാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇനി ടോട്ടൽ ഇതാണ് ട്രാൻസാക്ഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ടോട്ടൽ ട്രാൻസാക്ഷനിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? ഫൈൻഡ് ദ ഗെയിൻ ഓർ ഗെയിൻ മീൻസ് പ്രോഫിറ്റ്. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ. അതായത് മൊത്തം ട്രാൻസാക്ഷന് നിങ്ങൾ വിലയിരുത്തുമ്പം പ്രോഫിറ്റ് ആണോ നഷ്ടം അല്ല ഗെയിൻ ഓർ പ്രോഫിറ്റ്, ലാഭമാണോ അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടായെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടം ആണോ എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ? അയാൾ ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസ് ഒന്ന് ആഡ് ചെയ്യുക. അതായത് 8000 കൂടെ ആഡ് ചെയ്താൽ 16,000 രൂപയാണ് അയാൾ ഈ 2 ഐറ്റത്തിന് വേണ്ടി അയാളുടെ പോക്കറ്റിൽ നിന്നും മുടക്കിയത്. എത്ര രൂപയായിരുന്നു? 16,000 രൂപ. ഇപ്പോൾ അയാൾ വീട്ടിൽ വന്നപ്പം അയാളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? ടോട്ടൽ സെയിൽ പ്രൈസ് അല്ലേ? എത്രയാണോ വിറ്റത് അതിൻ്റെ 2 എത്ര രൂപയ്ക്കാണോ വിറ്റത് അതിൻ്റെ ടോട്ടലായിരിക്കും അയാളുടെ പോക്കറ്റിൽ ഇപ്പോൾ ഉണ്ടാവുക. ആ കച്ചവടക്കാരൻ്റെ അടുത്ത് ടോട്ടൽ കച്ചവടക്കാരൻ ആദ്യത്തെ വിറ്റത് 7,480, രണ്ടാമത്തേതിന് വിറ്റത് 8,640. അപ്പോൾ ഈ 2 എമൗണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കുമല്ലോ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതിന് ടോട്ടൽ സെയിൽ പ്രൈസ് എന്ന് പറയാമല്ലോ. എന്ന് വെച്ചാൽ എത്രയാണത്? 7,680 8,640. ഒന്നും കൂടെ പറയുന്നു, കച്ചവടക്കാരൻ മൊത്തം മുടക്കിയ വില 8,000 16,000. ഇപ്പം കച്ചവടക്കാരൻ്റെ അടുത്തുള്ള പോക്കറ്റിലുള്ള പൈസ എത്രയാണ്?
ആദ്യത്തത് വിറ്റപ്പോൾ കിട്ടിയ ഈ എമൗണ്ടും രണ്ടാമത്തത് വിറ്റപ്പോൾ കിട്ടിയ ഈ എമൗണ്ടുമാണ് അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയാണെന്ന് നോക്കാം. ആഡ് ചെയ്തേക്ക് 7680 പ്ലസ് 8640 16,320 റുപ്പീസാണ് അയാൾക്ക് എന്തുണ്ടായത് ഇപ്പോൾ അയാളുടെ അടുത്തുള്ളത്. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ? മൊത്തം കച്ചവടത്തിൽ അയാൾക്ക് ഉണ്ടായത് അയാളാകെ മുടക്കിയത് 16,000, പക്ഷേ 16,320 റുപ്യ മൂപ്പരുണ്ടാക്കി. അതായത് ഹീ മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് ഹൗ മച്ച് റുപ്പീസ്? 320 റുപ്പീസ്. വൈ? ബിക്കോസ് ഹീ സ്പെൻഡ് an amount of 16,000 and now he earned an amount of 16,320 rupees. That means 320 rupees excess is there. That means he made a profit of amount 320 rupees. Answer for the question. Okay. അപ്പം he made a profit. So you can write conclusion. He made a profit of 320 റുപ്പീസ്. ഇനി പ്രോഫിറ്റ് ഇൻ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അതായത് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഇൻ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഗെയിൻ ഇൻ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് കിട്ടിയ മൊത്തം പ്രോഫിറ്റ് എത്രയാണ്? 320 രൂപയാണ് അയാൾക്ക് ലാഭം കിട്ടിയത്. അതിൻ്റെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 320 രൂപ അയാൾക്ക് ലാഭം കിട്ടി. അയാൾ മുടക്കിയ മൊത്തം എത്ര എമൗണ്ട് ആയിരുന്നു? 16,000. അപ്പം എങ്ങനെയാണ് പ്രോഫിറ്റിൻ്റെ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ കിട്ടിയ ലാഭം 320 രൂപ divided by, this is operation you must use, divided by the total amount he spent 16,000 into 100 will give you the gain in percentage or profit in percentage. 20 can be cancelled, this 0 and this 0 can be cancelled. 32/16 answer is 2% is the profit or gain in percentage. So 2% ലാഭമാണ് മൊത്തം ട്രാൻസാക്ഷൻ അയാൾ ഉണ്ടാക്കിയത്. I think today's class, if you are ready to watch this, I don't know, you might have watched the video properly. If you watch this video in a proper way എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ന്യൂസ് പ്രിൻറ്റിൽ നല്ലതുപോലെ എഴുതി പ്രാക്ടീസ് ചെയ്ത് നല്ല ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ഈ ചാപ്റ്റർ മൊത്തം ഗ്രാസ്പായിട്ടുണ്ടാവും. ഈ ഒരു പ്രോബ്ലം ഇപ്പം നമ്മൾ TVൻ്റെയും VCRൻ്റെയും ചെയ്ത പ്രോബ്ലം നന്നായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായ ഓരോ കുട്ടിക്കും ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കോൺസെപ്റ്റും ഗ്രാസ്പായി. സോ വൈൽ യു ആർ സെൻഡിങ് നോട്ട്സ് പ്ലീസ് മെൻഷൻ ദാറ്റ് സാർ ഇഫ് യു അണ്ടർസ്റ്റുഡ്, സാർ വി അണ്ടർസ്റ്റുഡ്. Please mention that while you are sending notes. Okay. So this is your Shibin sir. Stay safe. Signing out. Bye.